കമലിൻ്റെ എക്കാലത്തെയും മികച്ച സിനിമകളിൽ ഒന്നാണ് 1992 പുറത്തിറങ്ങിയ ആയുഷ്കാലം. മലയാളികൾ അതുവരെ കാണാത്ത ഒരു പ്രമേയമായിരുന്നു ചിത്രത്തിൻ്റേത്. വിവേകാനന്ദൻ വൈറലാണ്. അതിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ഫിൽമി ബീറ്റ്സിന് നൽകിയ അഭിമുഖത്തിൽ ആയുഷ്കാലം സിനിമയുടെ ഓർമ്മകൾ കമൽ പങ്കുവച്ചു. അന്ന് അധികം ആളുകൾ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത ഒരു കഥയായിരുന്നു ആയുഷ്കാലത്തിൻ്റേത്. കാരണം അന്ന് ഹൃദയം മാറ്റിവെക്കുക എന്നത് ഇന്ത്യയിൽ തന്നെ അപൂർവമായിരുന്നു. അങ്ങനെ ഹൃദയം മാറ്റിവെക്കപ്പെട്ട ഒരാൾക്ക് ഹൃദയം തന്ന ആളുടെ ആത്മാവിനെ കാണാൻ സാധിക്കുന്നു. ആ ആത്മാവ് ഹൃദയം സ്വീകരിച്ച ആളെ കൊണ്ട് റിവഞ്ച് ചെയ്യുന്നു. ഇതൊക്കെയായിരുന്നു ഞങ്ങൾ അതിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ. ആ ആത്മാവിന് റിവഞ്ചിനോടൊപ്പം ഒരു കാര്യം കൂടി അറിയണമായിരുന്നു. എന്നെ ആരാണ് കൊന്നത്, എന്തിനാണ് കൊന്നത്? അതായിരുന്നു ആ സിനിമയിൽ കഥാപരമായ പുതുമ. ഇന്നത്തെ പോലെ VFX ഒന്നും ഉണ്ടായിരുന്നില്ല. അന്നത്തെ സാങ്കേതിക വിദ്യയായിരുന്നു ഞങ്ങൾ ഉപയോഗിച്ചത്. ടെക്നിക്കൽ ക്യാമറ ഉപയോഗിച്ചായിരുന്നു ചില സീനുകൾ ഷൂട്ട് ചെയ്തത്. അന്നത്തെ കാലത്ത് അതുപോലെ ഒരു സിനിമ ചെയ്യുക മാത്രമായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. എന്നാൽ അത് ഒരു ബ്രഹ്മാണ്ഡ സിനിമയൊന്നുമല്ല. ഹ്യൂമറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൂടെയാണ് കഥ പറയുന്നത്. പക്ഷേ അന്നു കേട്ട ഒരു വിമർശനമായിരുന്നു പ്രേതത്തിന് നിഴലുണ്ടോ എന്ന്. ജയറാം പലപ്പോഴും നടന്നു പോകുമ്പോൾ നിഴൽ കാണുന്നുണ്ട്. അതൊക്കെ വിമർശനമായി പലരും പറഞ്ഞിരുന്നു. ഇന്നായിരുന്നെങ്കിൽ അത് VFXൽ ശരിയാക്കാമായിരുന്നു. പകൽ സമയത്തും പുറത്തിറങ്ങി നടക്കുന്ന പ്രേതമായിരുന്നു സിനിമയിൽ. അപ്പോൾ എങ്ങനെയായാലും നിഴൽ കാണും. സൺലൈറ്റ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അന്ന് നിഴലിൻ്റെ കാര്യം ചോദിച്ചവർക്ക് ഞാൻ പറഞ്ഞ മറുപടി എൻ്റെ പ്രേതത്തിന് നിഴലുണ്ട് എന്നാണ്. നിഴലില്ലാത്ത പ്രേതത്തിനെ കാണിച്ചു തരാൻ അവരോട് പറഞ്ഞു. അങ്ങനെ തന്നെയാണ് അത് നിന്നത്, കമൽ പറഞ്ഞു.